അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണേ. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ കൈവിടല്ലേ ദേവി. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓ, നേരം വെളുത്ത വയ്യോളം വെട്ടി വിഴുങ്ങി ഇരുന്ന് നാമം ജപിക്കുക. ഇപ്പൊ തന്നെ ഉടലാട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നോക്കിക്കോ. ഇന്നാളല്ലേ നിങ്ങളുടെ തുണി ഞാൻ വന്ന കാലം മുതൽ തീറ്റ ഉറക്കവും നാമം ചൊല്ലുമായിട്ട് കഴിഞ്ഞു കൂടുവല്ലേ. ഉള്ള കാലം മകളുടെ വീട്ടിൽ പോയി നിൽക്കൂ. മോടെ വീട്ടിലോ? അവളുടെ കെട്ടൻ തെങ്ങേന്ന് വീണ് കിടപ്പിലല്ലേ. ആ രണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയാ പോറ്റുന്നറിയാമോ? ഇതിനിടയിൽ ഞാനും കൂടെ ചെന്നാലോ? ചെന്നാലേ ഒന്നുമില്ല, വാഴ നനയുന്ന കൂടെ ചീരയും നനയും. ഇവിടെ അപ്പോട്ടിന് വേലയും കൂലിയും ഇല്ലാതായിട്ട് 1 മാസത്തോളം ആയി. കടം വാങ്ങാവുന്നിടത്തുനിന്നൊക്കെ വാങ്ങി, ഇനി മറ്റൊരു മാർഗവും ഇല്ല. അമ്മ പോകാൻ നോക്ക്. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു. ഞാൻ പോകുന്നില്ല മോളെ, അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാ. തള്ളേ, അതൊന്നും എനിക്കറിയണ്ട. മര്യാദക്ക് ഇവിടെ പോകാൻ നോക്ക്. അപ്പു വരട്ടെ, അവനും കൂടെ അറിഞ്ഞിരുന്നിട്ടാണോ നീ എന്നെ പറഞ്ഞു വിടുന്നെന്ന് എനിക്കറിയണം. അതെ, അപ്പോട്ട് എന്നോട് പറഞ്ഞു നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാൻ. പോയില്ലെങ്കിലേ അടിച്ചിറക്കാനും പറഞ്ഞു. അപ്പു അങ്ങനെ പറയില്ല. അവൻ എന്റെ മോനാ, ഞാൻ നൊന്ത് പ്രസവിച്ചതാ. എല്ലാവരും നൊന്ത് തന്നെയാ പ്രസവിക്കുന്നത്. കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട, പോകാൻ നോക്ക്. എന്റെ മരുന്നെല്ലാം തീർന്നു. അപ്പു വാങ്ങിത്തരാന്നാ പറഞ്ഞത്. അവനൊന്ന് വന്നോട്ടെ. ഇതങ്ങ് പിടിച്ചേ, കയ്യോടെ പിടിച്ചേ, പോകാൻ നോക്കുതേ. 1 മാസം 10,000 രൂപയുടെ മരുന്ന് വേണം. ആരാ ഇവിടെ സമ്പാദിച്ച് കൂട്ടിയേക്കുന്നത്? പോ പോ പോ, പോകാൻ നോക്ക്. വിടാൻ നോക്ക്. പോകാതെ പമ്മി നിക്കുവാ അല്ലേ? പോകാൻ നോക്ക്. പോ, എനിക്ക് ഗേറ്റ് അടയ്ക്കണം. പോ പോ പോ, ഇട്ട് പോകാൻ നോക്ക്. കുറെ നേരായി. പോ പോ. എന്താ ഇത്? ഇതിനെ ഈ തുണിക്കെട്ടൊക്കെ ആയിട്ട് ഇതെവിടെ പോകുന്നു? പാറ വഴക്കിട്ടോ? നിനക്ക് 1 മാസമായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ, എവിടെയെങ്കിലും പോയി വീട്ടുവേല ചെയ്യാമെന്ന് കരുതി. അമ്മ ഒരു വീട്ടിലും പോയി ജോലി ചെയ്യണ്ട. മാമേ, നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനല്ലേ വിളിക്കുന്നത്. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ നീ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. വന്നാൽ ശരിയാവില്ല. അതൊന്നും മോനോട് പറയാൻ പറ്റില്ല. അമ്മേ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അമ്മ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. എങ്ങോട്ടും പോകരുത്. ശരി മോനെ. നടക്കടി അങ്ങോട്ട്, ഓടി അങ്ങോട്ട്. അമ്മയും തേടി. അമ്മ എന്നോട് വഴക്കിട്ട് പോയി. ഞണ്ടിപ്പോരുത്.
നിനക്കെടുക്കാനുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്തോണം, എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ആ ഡ്രസ്സോ? ഞാൻ എന്തിനാ ഡ്രസ്സ് എടുക്കുന്നത്? എന്തൊക്കെയാ പറയുന്നത്? പറയുന്നത് കേട്ടാൽ മതി. പോയി ഡ്രസ്സ് എടുത്തിട്ട് പാടി. പുറത്തേക്ക് ഇറങ്ങാൻ. ഇനി നീ നിന്റെ വീട്ടിലോ എവിടെയാന്നാ പൊക്കോണം. ഒരിക്കലും ഈ പടി ചവിട്ടില്ല. നടക്കണേ ഇങ്ങോട്ട്. ഞാൻ എവിടെ പോകാനാ? പിള്ളേരിപ്പോ സ്കൂളിൽ നിന്ന് വരും, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതെ, പിള്ളേരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പോടി അങ്ങോട്ട് പോടി. ഞാനങ്ങ് പോകാലോ. നീ പോവുകയല്ലേ? മോളെ, നീ എവിടെ പോകുന്നു? നീ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. അപ്പോട്ടൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി ഒരിക്കലും അങ്ങോട്ട് കേറ്റില്ലെന്നാ പറയുന്നത്. ഓ, അങ്ങനെ പറഞ്ഞോ? മോള് വിഷമിക്കേണ്ട, അമ്മ പറഞ്ഞെല്ലാം ശരിയാക്കിക്കോളാം. അമ്മയല്ലേ പറയുന്നത്. മോള് വാ. ആ മോളെ, എടാ അപ്പു, ഇവിടെ അകത്തേക്ക് വിളിച്ചേ. മോളെ, എടാ മോനെ, ഞാനാ വിളിച്ചോണ്ട് വന്നത്. അവളകത്തേക്ക് കയറ്റ്. അമ്മയ്ക്ക് മാറുന്നത്. നീ എന്നെയും മക്കളെയും സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അമ്മയെ സ്നേഹിക്കാമെങ്കിൽ നിനക്ക് അകത്തേക്ക് കയറാം, ഇല്ലെങ്കിൽ നിനക്ക് പോകാം.